ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാനത്ത് മലയോര മേഖലയിൽ വന്യജീവി ശല്യം അതിരൂക്ഷമാണ്. വയനാട് പടമലയിലും പുൽപ്പള്ളി സുരഭിക്കവലയിലും കടുവാഭീതി. പടമല പള്ളിക്ക് സമീപമാണ് കടുവയെ കണ്ടത്. ദിവസങ്ങൾക്ക് മുൻപ് കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീടിനടുത്താണ് പടമല പള്ളി. കടുവയുടെ കാൽപ്പാടുകൾ വ്യക്തമല്ലെന്നും കൂടുതൽ പരിശോധന നടത്തുമെന്നും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രാകേഷ് പ്രതികരിച്ചു. ഭയങ്കര അമർന്ന ഒരച്ച കേട്ടത് ഇന്നലെ. അത് ആട്ടിൻകൂട്ടിൽ ഞാൻ നിൽക്കുമ്പോഴാണ് കേട്ടത്. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി വന്ന് നോക്കി, എന്നിട്ടൊന്നും കണ്ടില്ല. കരിയിൽ അനങ്ങുന്ന ഒച്ച കേട്ടിട്ടുണ്ടായി. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. ഭയങ്കര ഭീതി നിറഞ്ഞ ഒരു അനുഭവം. അത് കാരണം കൊണ്ട് വിറകിന് പോലും പറമ്പിലേക്ക് കയറി പോകാറില്ല. അപ്പോൾ അവർ കണ്ടു എന്ന് പറയുന്നു 3 പേര്. അപ്പോൾ നോക്കാം, ഞങ്ങൾ കൂടി സെർച്ച് ചെയ്യട്ടെ പോയിട്ട്. ഇവിടെ ഈ കാടിനോട് ചേർന്നുള്ള ഭാഗമാണ്. ഇവിടെ കടുവയുടെ ഒരു പ്രസൻസ് 54 ഭാഗത്തുണ്ട്. അതങ്ങനെ പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞങ്ങളൊന്ന് സെർച്ച് ചെയ്യട്ടെ, എന്താണെന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. നമുക്കിവിടെ ഒണ്ടയങ്ങാടി ഉണ്ട്. ഒണ്ടയങ്ങാടി ഫോറസ്റ്റാണ്. പിന്നെ ഈ വൈൽഡ് ലൈഫിൻ്റെ ഏരിയ വരുന്നുണ്ട്, കാട്ടിക്കുളം ഭാഗം വരുന്നുണ്ട്. ഞങ്ങൾ ഇന്നോട് 2 ടീം പെട്രോളിംഗ് കൂടെ എന്തായാലും ഉണ്ടാവും. രാത്രി പെട്രോളിംഗ്, ഫുൾ ടൈം പെട്രോളിംഗ് ഉണ്ടാവും. വെപ്പൺസ് ഇറക്കം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഉടനെ അറിയിക്കാൻ ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ട്. അവരോട് പറഞ്ഞിട്ടുണ്ട്. ഫുൾ ടൈം ഞങ്ങൾ ഉണ്ടാവും, അവിടെ പെട്രോളിംഗ് ഉണ്ടാവും. പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. ചെതലയം റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പ്രതിഷേധം. ജനപ്രതിനിധികൾ അടക്കമുള്ളവരാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. അരുൺ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഒരു സ്ഥലത്തു മാത്രമല്ല, വയനാട് പല ഇടങ്ങളിൽ ഈ വന്യജീവി ശല്യം പരിഹരിക്കുന്നതിൽ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാരോപിച്ച് ജനം തെരുവിലിറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ നടപടികളിലേക്ക് പോകും? വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ എത്രത്തോളം ഫലപ്രദമാണ് ഈ മേഖലകളിൽ? വിജയകുമാർ, വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാവുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ കടുവയുടെയും ആനയുടെയും സാന്നിധ്യം പല ഇടങ്ങളിലും കണ്ടെത്തിയിരുന്നു. നാട്ടുകാർ ഒന്നാകെ ഭീതിയിലാണ്. നമുക്ക് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത പടമലയിൽ, അതായത് ചാലിഗദ്ദയിലെ പടമല മാനന്തവാടിയിലെ കുറുക്കൻമൂല ഡിവിഷനാണ്. ആ ഭാഗത്തെ പടമല പള്ളിക്ക് സമീപമാണ് ഇന്ന് രാവിലെ 6:45 കടുവയെ കണ്ടെത്തിയത്. വെണ്ണമറ്റത്തിൽ ലിസി എന്ന തൊട്ടടുത്തുള്ള ഒരു വീട്ടമ്മ പള്ളിയിലേക്ക് പോകുന്നതിനിടെ പുറകിൽ എന്തോ ഒരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ കടുവയായിരുന്നു. അലറി വിളിച്ചപ്പോഴേക്കും ആളുകൾ ഓടിക്കൂടിയപ്പോഴേക്കും ഇത് കാട്ടിലേക്ക് മറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ പുൽപ്പള്ളിയിലും ദിവസങ്ങളായി ഭീതി പടർത്തുന്ന കടുവയെ പിടികൂടിയില്ലെന്നാരോപിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നാട്ടുകാർ തടഞ്ഞുവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പടമല പള്ളിക്ക് മുന്നിലും ഇന്ന് നാട്ടുകാരുടെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. എന്തായാലും ഈ പ്രദേശങ്ങളിലൊക്കെ, അതായത് കടുവാ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ കൃത്യമായ പരിശോധന നടത്തുമെന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ സുരക്ഷയ്ക്കായി കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. വെപ്പൺസ് പോലുള്ള ആയുധങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും കടുവ ഈ പടമലയിൽ കണ്ടെത്തിയത് കടുവയാണെന്ന കാര്യത്തിൽ വനം വകുപ്പ് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഈ പള്ളിയിലെ CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയ ആ ദൃശ്യം മാത്രമാണ് ആകെയുള്ളത്. കാൽപ്പാടുകൾ മണ്ണിൽ ആഴത്തിൽ പതിയാത്തതുകൊണ്ട് അതിൽ നിന്നും ഒരു വ്യക്തത വനം വകുപ്പിനെ ലഭിച്ചിട്ടില്ല. പരിശോധന കർശനമാക്കും എന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ കടുവയുടെയും ആനയുടെയും സാന്നിധ്യം ഈ വയനാട് ജില്ലയുടെ ജനവാസ മേഖലകളിൽ ഉണ്ടാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളാകെ ഭീതിയിലാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലാണ് ഈ വന്യമൃഗങ്ങൾ വലിയ തോതിൽ ഇറങ്ങുന്നത്. ഈ കർണാടക ബോർഡറോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ്. ഈ കർണാടക വനം വകുപ്പ് ഈ കാര്യങ്ങളിൽ കൃത്യമായൊരു ജാഗ്രത പാലിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും വയനാട്ടുകാർ ആരോപിക്കുന്ന പ്രശ്നം. അതിന് കേരള വനം വകുപ്പിന്റെ കീഴിലും ഒരു വീഴ്ച ഉണ്ടാവുന്നു എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും വനം വകുപ്പ് ഈ കാര്യത്തിൽ കൃത്യമായി ഇടപെടുമെന്ന് വനം മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. ഈ കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച മേഖലകളിൽ കൃത്യമായ പരിശോധന നടത്തുമെന്നും അങ്ങനെ കടുവ സാന്നിധ്യം ഉണ്ടെങ്കിൽ, കടുവയെ കണ്ടെത്തുകയാണെങ്കിൽ അതിനെ പിടികൂടുമെന്നും. ശരി അരുൺ, എന്തായാലും വയനാട്ടിൽ ഒരു സ്ഥലത്തല്ല പലയിടങ്ങളിൽ ജനങ്ങളുടെ പ്രതിഷേധമുണ്ട്. വന്യമൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങുന്നു, അതിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന വിമർശനം ശക്തമാണ്. പ്രതിഷേധം തുടരുകയാണ്. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം വനം വകുപ്പിനെ വലച്ച് മാനന്തവാടിയിലെ ആളെക്കൊല്ലി കാട്ടാന ബാവലി പരിസരത്ത് തന്നെ തുടരുന്ന ആനയെ പിടികൂടാൻ 4ാം ദിവസവും ശ്രമം തുടരുകയാണ്. മറ്റൊരു മോഴയാനയുടെ സാന്നിധ്യവും അടിക്കാടുമാണ് ദൗത്യത്തിന് വെല്ലുവിളിയാകുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ബാവലിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സുർജിത്ത്,
ഇന്നലെ ആകാശ ദൃശ്യങ്ങളിൽ, ഡ്രോൺ ദൃശ്യങ്ങളിൽ ആനയെ കണ്ടെത്തിയതാണ്. പക്ഷെ അത് നിൽക്കുന്ന സ്ഥലം മയക്കുവെടി വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ പിടികൂടുന്നതിനോ പര്യാപ്തമല്ല. അത്തരമൊരു സ്ഥലത്തല്ല അത് നിൽക്കുന്നത്. ഇന്ന് വനം വകുപ്പിന്റെ പദ്ധതി എന്താണ്? എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ഈ ദൗത്യത്തിന്? വിജയകുമാർ, വയനാട് വന്യജീവി സങ്കേതത്തിലെ തോൽപ്പെട്ടി റേഞ്ച് ഉൾപ്പെടുന്ന പ്രദേശം, ഒപ്പം തന്നെ അതിനോട് ചേർന്നുള്ള നാഗർഹോളെ വനമേഖല, അത് കർണാടകയുടെ ഭാഗമാണ്. ഈ മേഖലയെല്ലാം തന്നെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വലിയ രീതിയിൽ വളർന്ന ആൾപ്പൊക്കത്തിലുള്ള പൊന്തക്കാടാണ്. ഈ പൊന്തക്കാടിൽ ആന പലപ്പോഴും മറഞ്ഞിരിക്കുന്ന സ്ഥിതിയുണ്ട്. ആളുകളുടെ ശബ്ദം കേട്ടാൽ അത് ചാർജ് ചെയ്ത് മുന്നേക്ക് ആഞ്ഞു വരും. അതോടൊപ്പം തന്നെ കുങ്കിയാനകളുടെ മണമടിച്ചാൽ തന്നെ ഇത് ദൂരേക്ക് ഓടിപ്പോകും. അങ്ങനെ ഒരു 7 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ആന ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് വിവരം. അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. തോൽപ്പെട്ടി ഭാഗത്തും ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള സിഗ്നൽ പ്രകാരം ബാവലി ഭാഗത്ത് ഈ ആന ഉണ്ട് എന്നുള്ള വിവരമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭ്യമായിരിക്കുന്നത്. കുങ്കിയാനകൾ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. മാത്രമല്ല ഈ തെരച്ചിലിനായി തെർമൽ ക്യാമറ ഉൾപ്പെടെ, അതായത് 2 കിലോമീറ്റർ പരിധിയിൽ വരെ ഈ ആനയുടെ ദൃശ്യം ലഭിക്കാവുന്ന വിധത്തിലുള്ള തെർമൽ ക്യാമറ അടക്കം കൊണ്ടുവന്നുള്ള വളരെ സങ്കീർണമായ പരിശോധനയിലേക്കാണ് വനംവകുപ്പ് കടന്നിരിക്കുന്നത്. 200ഓളം ഉദ്യോഗസ്ഥർ വനത്തിനകത്തുണ്ട്. ഇന്ന് രാവിലെ 5:30 തുടങ്ങിയതാണ് ഈ ദൗത്യം. എന്തായാലും 4ാം നാളിൽ ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏറ്റവും പ്രതിസന്ധി ഈ മേഖലയുടെ ഒരു ഭൂമിശാസ്ത്രം തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതായത് CCF ഉൾപ്പെടെയുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്താണ് കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാവലി മേഖലയിൽ ആന ഉണ്ട് എന്നുള്ള വിവരമാണ് വനംവകുപ്പിൽ നിന്ന് ലഭ്യമാവുന്നത്. സ്വാഭാവികമായി ഇതിനെ കണ്ടെത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായി മറ്റ് എല്ലാ തരത്തിലുള്ള സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഇന്നലെ രാത്രി നാഗർഹോളെ വനമേഖലയിലേക്ക് ഈ ആന എത്തിയിരുന്നു. അതിൻ്റെ സിഗ്നൽ അവിടെ നിന്നാണ് ലഭിച്ചത്. പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനയിൽ ആ സിഗ്നൽ വീണ്ടും വയനാട് വന്യജീവി സങ്കേതത്തിലേക്ക് മാറുകയായിരുന്നു. എന്തായാലും ദൗത്യം ഇന്ന് വിജയം കാണുമോ എന്നുള്ള കാര്യത്തിൽ അത്തരം പ്രതീക്ഷയാണ് ആളുകൾ പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ വനംവകുപ്പിനും അത്തരത്തിലുള്ള പ്രതീക്ഷ തന്നെ ആണുള്ളത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ള കാര്യത്തിലാണ്. എന്തായാലും 4ാം ദിവസവും ആ ദൗത്യം തുടരുകയാണ്. ഇന്നത് ഫലപ്രാപ്തിയിലെത്തുമെന്ന് വനംവകുപ്പ് കരുതുന്നുണ്ട്. പക്ഷേ ആന യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ദുഷ്കരമായ മേഖലയിലൂടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത്. നിലവിൽ ബാവലിയിലുണ്ട് എന്നാണ് വനംവകുപ്പ് സ്ഥിരീകരിച്ചത്. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച മുസ്ലിം ലീഗ്. വയനാട് സീറ്റ് വേണമെന്നാണ് ആവശ്യം. വയനാട് ലഭിച്ചില്ലെങ്കിൽ കണ്ണൂരോ വടകരയോ ആവശ്യപ്പെടാനും ലീഗ് നേതൃയോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഇന്ന് UDF യോഗമുണ്ട്. ഇന്ന് ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കേണ്ടതാണ്. ലീഗ് നേരത്തെയും 3ാം സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ. പക്ഷേ അത് കേവലം ഒരു ആവശ്യം എന്നതിനപ്പുറത്തേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നില്ല ലീഗ്. പക്ഷേ ഇത്തവണ അതിൽ പിടിമുറുക്കുകയാണ്. എന്താണ് കോൺഗ്രസ് ചെയ്യാൻ പോകുക? ഒരു അനുരഞ്ജനം ഉണ്ടായാൽ അതിൽ എന്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും കോൺഗ്രസ്? വിജയകുമാർ, മുസ്ലിം ലീഗ് ഇത്തവണ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം സാധാരണഗതിയിൽ ഈ ആവശ്യം അത് ഈ സീറ്റ് വിഭജനത്തിന്റെ ആ ദിവസമെങ്കിലും ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത്തവണ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്നൊരു നിലപാടാണ് ഇപ്പോൾ ചേർന്ന ലീഗ് നേതൃയോഗവും എടുത്തിട്ടുള്ളത്. 3ാം സീറ്റ് ലീഗിന് ഉറപ്പായും നൽകണം. വയനാട് സീറ്റ് ലഭിക്കണം. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കണ്ണൂരോ അതല്ലെങ്കിൽ വടകരയോ വേണമെന്ന് ഉറച്ചാവശ്യപ്പെടും എന്നുള്ളതാണ് ഇന്നത്തെ തീരുമാനം. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് UDFന്റെ ഏകോപന സമിതി യോഗമുണ്ട്. ഈ ഏകോപന സമിതി യോഗത്തിന് ശേഷം എല്ലാം വളരെ നല്ല നിലയിൽ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാം എന്നുള്ളതായിരുന്നു UDFനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ധാരണ. പക്ഷേ അത് ഏത് നിലയിൽ അവസാനിക്കുമെന്ന് ഇപ്പോൾ ഈ ലീഗിന്റെ ഈ കടുംപിടുത്തം കൂടി വരുന്നതോടുകൂടി അത് വലിയ പ്രതിസന്ധിയിലേക്ക് UDF പോകും. അതല്ലെങ്കിൽ ലീഗിനെ ഏത് നിലയിൽ അനുരഞ്ജനം നടത്തും എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. അത് ഒരുപക്ഷെ രാജ്യസഭാ സീറ്റ് വിട്ടു നൽകേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. എന്തായാലും ലീഗ് ഒന്നുകിൽ പാർലമെന്റ് സീറ്റ് അതല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്ന അതിൽ രാജ്യസഭാ സീറ്റ് അതല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പരിഗണന, ഇതൊക്കെ പറഞ്ഞാൽ ലീഗ് വഴങ്ങിയേക്കുമോ? അതോ ഈ 3ാം സീറ്റ് എന്നതിൽ വിട്ടുവീഴ്ച വേണ്ട, അതാണല്ലോ ഇപ്പോൾ ലീഗ് നേതാക്കളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ രാജ്യസഭാ സീറ്റ് അല്ലെങ്കിൽ നിയമസഭയിൽ കൂടുതൽ സീറ്റുകൾ, അതൊക്കെ ഒരു താൽക്കാലിക ഉപാധി എന്ന നിലയിൽ ലീഗ് സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ?
വിജയകുമാർ ആദ്യ ദിവസം മുതൽ തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നപ്പോഴൊക്കെ കോൺഗ്രസ് നേതാക്കൾ ഈ രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യാം, പക്ഷേ ലോക്സഭയിൽ പരമാവധി കോൺഗ്രസ് എംപിമാരെ എത്തിക്കണം എന്നൊരു നിലപാട് കോൺഗ്രസ് നേതാക്കൾ ലീഗ് നേതാക്കളെ അറിയിച്ചതാണ്. പക്ഷേ ഇപ്പോഴും ആ തീരുമാനത്തിൽ നിന്ന് ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ രാജ്യസഭാ സീറ്റ് കൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുമോ, അതല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകിയത് കൊണ്ട് മാത്രം ലീഗ് തൃപ്തിപ്പെടുത്തുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ വലിയൊരു പ്രതിസന്ധി UDF സംബന്ധിച്ചിടത്തോളം ലീഗ് ഈ നേതൃയോഗത്തിലും ഇതേ നിലപാട് സ്വീകരിക്കുകയും വിട്ടുവീഴ്ച ഇല്ലാതെ പോവുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം LDF നിലവിൽ ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഒരു സീറ്റിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പ്രഖ്യാപിച്ച് കാര്യങ്ങൾ മുൻപിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കളത്തിൽ നിറയണമെന്ന് തീരുമാനിച്ച UDF ഇപ്പോഴും ഈ സീറ്റ് വിഭജന ചർച്ചയിൽ തട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലും ആക്കാതെ ലീഗ് ഈ രാജ്യസഭാ സീറ്റ് എന്നൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചാൽ വഴങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും പാർലമെന്റ് സീറ്റ്, അതും വയനാട് സീറ്റ് തന്നെ, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ ഉറപ്പായും വയനാട് സീറ്റ്, രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ കണ്ണൂരോ വടകരയോ എന്നൊരു നിലപാടിലേക്ക് എത്തും. അഥവാ ഈ രാഹുൽ ഗാന്ധി മത്സരിക്കാത്തൊരു സാഹചര്യം വന്നാൽ ഉറപ്പായും അത് മൂന്നാം സീറ്റ് എന്നൊരു നിലയിലേക്ക് തന്നെ പോകണം എന്നുള്ളൊരു നിലപാട് കൂടിയാണ് ഇപ്പോൾ ലീഗ് സ്വീകരിക്കുന്നത്. വിജയ് സലിം, ഇത് ഇന്നിപ്പോൾ ഉഭയകക്ഷി ചർച്ചകളും UDF യോഗവും ഒക്കെ ഉണ്ടല്ലോ, അതിനു മുമ്പ് സമവായ സാധ്യത കാണുന്നുണ്ടോ? വിജയകുമാർ, നിലവിൽ ഇന്ന് ഈ ഉഭയകക്ഷി ചർച്ച ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരം ചർച്ചകളൊക്കെ നേതാക്കന്മാർ നേരത്തെ തന്നെ നടത്തി കഴിഞ്ഞിരുന്നു. ഇന്നിനി ഈ നേതൃയോഗം, ലീഗ് UDF ഏകോപന സമിതി യോഗം വൈകുന്നേരം 5 മണിക്ക് ചേരുന്നത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ഔദ്യോഗിക സ്വഭാവത്തിൽ ഒരു ഉഭയകക്ഷി ചർച്ച ഇന്നില്ല. അത് നേരത്തെ തന്നെ ലീഗ് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. 13-ാം തീയതി ഒരു ഉഭയകക്ഷി യോഗം ചേരണം, അതിനുശേഷം 14-ന് ഏകോപന സമിതി യോഗം എന്നതായിരുന്നു ലീഗ് മുന്നോട്ട് വെച്ച ആശയം. പക്ഷേ അത് കോൺഗ്രസ് നേതാക്കൾ അത് അംഗീകരിച്ചിരുന്നില്ല. അതല്ലാതെ തന്നെ പുറമേ നിന്നുള്ള ഒരു ചർച്ച ഔദ്യോഗികമായി തന്നെ ഈ ചർച്ച നടത്തിയതെല്ലാം പരിഹരിക്കാമെന്നുള്ളതായിരുന്നു. ആ നിലയിലുള്ള ആശയവിനിമയങ്ങളൊക്കെ നേതാക്കൾ തമ്മിൽ നടന്നിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും ആ തീരുമാനത്തിൽ നിന്ന് ലീഗ് പുറകോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാന. ശരി സലീം, എന്തായാലും ഇന്ന് UDF നേതൃയോഗമുണ്ട്. ആ നേതൃയോഗത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ ഒരു പ്രഖ്യാപനത്തിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. പക്ഷേ ലീഗ് കടുത്ത നിലപാടിലാണ്. മൂന്നാം സീറ്റ് ആവശ്യത്തിൽ പിന്നോട്ടില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ ലീഗ് നേതൃയോഗത്തിന്റെ തീരുമാനം. അതേസമയം ലീഗിന്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് നിലനിൽക്കുന്നതെന്ന് LDF കൺവീനർ EP ജയരാജൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് ആവശ്യപ്പെട്ട ലീഗിനെ കോൺഗ്രസ് അവഗണിച്ചു. ഇത്തരം അവഗണന LDF ഘടകകക്ഷികളോട് നടത്താറില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ലീഗ് തനിച്ചു മത്സരിച്ചാൽ കോൺഗ്രസ് ഗതികേടിലാകുമെന്നും EP കൂട്ടിച്ചേർത്തു. ലീഗ് കോൺഗ്രസ് കൊടുത്ത് ലീഗ് മത്സരിക്കേണ്ട അവസ്ഥ ലീഗിനുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 952-ൽ മദിരാശി സംസ്ഥാനത്ത് 5 MLA-മാരുണ്ടായിരുന്നു ലീഗിന്, ഒരു MP ഉണ്ടായിരുന്നു. 62-ൽ 2 MP-മാരുണ്ടായിരുന്നു കോൺഗ്രസുമായി യോജിച്ചല്ല മത്സരിച്ചത്. അവർക്ക് ഇപ്പോഴും 2 സീറ്റാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് ആലോചിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ കാര്യങ്ങളുടെ വ്യക്തതയുണ്ട്. എന്റെ അഭിപ്രായത്തിൽ തനിച്ച് മത്സരിച്ച കോൺഗ്രസ് ഗതികേടിലാവും. മുസ്ലിം ലീഗ് ഇന്നുള്ളതിനേക്കാളും സീറ്റ് നേടിയേക്കാം. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന UDF യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും എന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. ആലുവ കുട്ടമശ്ശേരിയിൽ 7 വയസ്സുകാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടപ്പള്ളിയിൽ നിന്നാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. കാർ ഉടമയായ സ്ത്രീയെയും വാഹനം ഓടിച്ച ആളെയും ആലുവ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. കാർ ഉടമയെ ചോദ്യം ചെയ്തെങ്കിലും വാഹനം ഓടിച്ചത് താനല്ല എന്നാണ് പോലീസിന് നൽകിയ മൊഴി. സംഭവത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ശ്വാസകോശത്തിലും കരളിലും തലച്ചോറിലും ഗുരുതരമായ ക്ഷതമേറ്റ കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ കാർ ഉടമയും ആ വാഹനം ഓടിച്ചയാളും എന്താണ് പോലീസിനോട് പറയുന്നത്? നേരത്തെ കേട്ടിരുന്നു അവർ ഈ കുട്ടിയെ ഇടിച്ചത് അറിയാതെയാണ് മുന്നോട്ട് പോയത് എന്നത്. അങ്ങനെയാണോ ഇവർ പറയുന്നത്? അത് മുഖവിലക്കെടുക്കാൻ കഴിയുമോ? ഇപ്പോൾ ആലുവ DYSP ഓഫീസിൽ ഈ വാഹനം ഓടിച്ചിരുന്ന ആൾ അത് ഇതിന്റെ ഉടമയുടെ സുഹൃത്താണ് എന്ന് പറയുന്നു. അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അല്പസമയം മുമ്പാണ് ഈ കാർ കസ്റ്റഡിയിലെടുക്കുന്നത് പോലീസ്. കാർ കസ്റ്റഡിയിലെടുത്ത് ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ആ കുട്ടിയെ ഇടിച്ച കാർ എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ DYSP ഓഫീസിൽ ഈ വാഹനം ഓടിച്ചു എന്ന് പറയുന്ന ആളെ ചോദ്യം ചെയ്യുകയാണ്. ഇയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ എടുക്കുന്നുണ്ട്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ താൻ ഈ വാഹനം ഓടിച്ച ഘട്ടത്തിൽ കുട്ടി ഇതിനടിയിൽ പെട്ടു എന്ന് താൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇയാൾ മൊഴിയായി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത് പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല, വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട FIR കിട്ടിയിട്ടുണ്ട് 24-ന്. ഈ FIR-ൽ ആഡ് ചെയ്തിട്ടുള്ള വകുപ്പുകൾ IPC 279, 337, 338
വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് 134, 134B എന്നീ വകുപ്പുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട്. IPC അതായത് മനുഷ്യജീവന് ഹാനി ഉണ്ടാക്കും വിധം അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കൽ വകുപ്പടക്കമാണ് ഈ കേസിൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. യെസ്, ശ്രീകാന്ത്, ഒരു കാര്യം കൂടി, കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് അടുത്ത 24 മണിക്കൂർ നിർണായകമാണെന്ന് ശ്രീകാന്തിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. എന്താണ് മെഡിക്കൽ ബുള്ളറ്റിൻ, ആശുപത്രിയിലെ വിവരങ്ങൾ? കുട്ടിയുടെ ആരോഗ്യനില അങ്ങനെ തന്നെ തുടരുകയാണ്. വെന്റിലേറ്റർ സപ്പോർട്ട് കൂടിയാണ് കുട്ടി ഇപ്പോഴുള്ളത്. അടുത്ത 24 മണിക്കൂർ കഴിയാതെ എന്തെങ്കിലും കാര്യമായി പറയാൻ സാധിക്കില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മരുന്നിനോട് കാര്യമായി കുഞ്ഞ് പ്രതികരിക്കുന്നില്ല എന്നും പറയുന്നു. ശ്വാസകോശം, അതോടൊപ്പം കരൾ, തലച്ചോർ ഉൾപ്പെടെയുള്ളവ, തലയ്ക്കടക്കം നല്ല പരിക്കേറ്റിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടുത്ത 24 മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വെന്റിലേറ്റർ സപ്പോർട്ടിൽ തന്നെ തുടരുന്നു. വളരെ ദാരുണമായ സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. ഓട്ടോയിൽ നിന്നും തെറിച്ചു വീഴുന്നു. തൊട്ടു പിന്നാലെ വന്ന കാർ കുഞ്ഞിന്റെ ദേഹത്തു കൂടി കയറി ഇറങ്ങുന്നു. അത് നിർത്താതെ ഓടിച്ചു പോകുന്നു. ഏറ്റവും ഒടുവിൽ ആ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അതിന്റെ ഉടമയും ആ കാർ ഓടിച്ചിരുന്നയാളും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. യെസ്, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഡൽഹി ചലോ മാർച്ചിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കർഷക സംഘടനകൾ. ഹരിയാന അതിർത്തിയിൽ തങ്ങുന്ന കർഷകർ പോലീസിന്റെ പ്രതിബന്ധങ്ങൾ മറികടന്ന് ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. ശംഭു അതിർത്തിയിൽ വീണ്ടും സംഘർഷമുണ്ടായി. കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. പഞ്ചാബ്, ഹരിയാന അതിർത്തികളിലേക്ക് ഇന്ന് കൂടുതൽ കർഷകരെത്തുകയാണ്. ഹരിയാനയിലെ 7 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനം നീട്ടി. അതിനിടെ കർഷക സംഘടനകളെ കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചു. കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മറ്റന്നാൾ രാജ്യവ്യാപകമായി പ്രതിഷേധ സംഗമങ്ങൾ നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. നിതിൻ, ഈ വീണ്ടും കൃഷിമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് കർഷകരെ. സംഘടനാ നേതാക്കളുടെ പ്രതികരണം വന്നിട്ടുണ്ടോ? ചർച്ചയിൽ പങ്കെടുക്കുമോ? അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴായിരിക്കും? വിജയകുമാർ, സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചാൽ പങ്കെടുക്കും എന്ന നിലപാട് തന്നെ കഴിഞ്ഞ ദിവസം കർഷക സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ മുന്നോട്ട് വെച്ചൊരു കാര്യം, മിനിമം താങ്ങുവിലയിൽ കൃത്യമായ ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകണം, നിയമനിർമ്മാണം വേണം തുടങ്ങിയ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം, കർഷകർ ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളുടെയും എല്ലാ വശവും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ കർഷകരെ ചർച്ച ക്ഷണിച്ച ഒരു സാഹചര്യത്തിൽ കർഷക സംഘടനകളുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ ഇപ്പോൾ കർഷക സംഘടനകൾ ഡൽഹിയിലേക്ക് നീങ്ങുകയാണ്. ശംഭു അതിർത്തിയിൽ വെച്ച് വീണ്ടും സംഘർഷമുണ്ടായി. കൂടുതൽ കർഷകർ പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് ഇപ്പോൾ ഡൽഹിയിലേക്ക് നീങ്ങുന്നു. മാത്രവുമല്ല, ഈ ഒരു നീക്കത്തെ തടയിടാനായി പോലീസ് എല്ലാവിധ സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഡൽഹി ഉൾപ്പെടെയുള്ള വിവിധ അതിർത്തികളിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇടറോഡുകൾ വഴി കർഷകർ പോകാതിരിക്കാൻ റോഡുകളെല്ലാം തന്നെ ഇടറോഡുകൾ മുറിക്കുന്ന നടപടിയും പോലീസ് തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിംഗു ഉൾപ്പെടെയുള്ള വിവിധ അതിർത്തികളിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസും BSPയും കർഷകർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മറ്റന്നാൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ കർഷക സംഘടനകൾ കർഷക സമരത്തിന് പിന്തുണ നൽകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വലിയ ജാഗ്രതയിലാണ് ഡൽഹി അതിർത്തികളിൽ ഇപ്പോൾ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ശംഭു അതിർത്തിയിൽ നിന്ന് കർഷക സമരം മുന്നോട്ടേക്ക് നീങ്ങിയാൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ സിംഗുവിൽ എത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം കണക്കുകൂട്ടുന്നത്. അതുപ്രകാരമുള്ള മുൻകരുതൽ നടപടിയും ജാഗ്രതാ നിർദ്ദേശവും സുരക്ഷാ ക്രമീകരണവും പോലീസ് ഇപ്പോൾ ഡൽഹി അതിർത്തികളിൽ ഒരുക്കിയിട്ടുണ്ട്. നിതിൻ, ഈ ചർച്ചയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും കൃത്യമായി ഒരു തീയതിയോ സ്ഥലമോ തീരുമാനിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കർഷക സംഘടനകൾ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പറയുന്നു വീണ്ടും ചർച്ചയ്ക്ക് എത്തണമെന്ന്. അങ്ങനെയാണെങ്കിൽ അക്കാര്യത്തിലൊരു തീരുമാനം എപ്പോഴായിരിക്കും ഉണ്ടാവുക? മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ രാജ്യവ്യാപക പ്രതിഷേധം, BSP ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മാസങ്ങളിൽ ഇത്തരം ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അത് അധികം മുന്നോട്ട് പോകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയേക്കും എന്നാണ് കരുതേണ്ടതല്ലേ? വിജയകുമാർ, തീർച്ചയായും. കാരണം പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കർഷക വോട്ടുകൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ എത്രയും പെട്ടെന്ന് ചർച്ചയിലൂടെ പരിഹരിക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അതുതന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നത്. എന്തായാലും BSP കൂടാതെ ശിരോമണി അകാലിദളും കർഷകർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ കർഷകരെ കൂടുതൽ പിണക്കാതെ വേഗത്തിൽ തന്നെ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള നീക്കം നടത്തുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ എപ്പോഴാണ് ചർച്ച
ചർച്ച എന്ന് സംബന്ധിച്ച് ഇതുവരെ വ്യക്തമായിട്ടില്ല. ചർച്ചയ്ക്ക് ഇപ്പോൾ ഒരു ക്ഷണം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിൽ കർഷക സംഘടനകളുടെ പ്രതികരണം ഏത് തരത്തിലാണെന്നും വരേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളടക്കം പോലീസ് വലിയ തരത്തിലാണ് സമരത്തെ നേരിട്ടത്. ഇന്നും സമാനമായി തന്നെ സമരത്തെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ചർച്ചയ്ക്ക് വഴങ്ങാതെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു നിലപാട് കർഷക സംഘടനകൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇതിനിടയിലാണ് ശരി, എന്നിതിനെന്തായാലും കർഷകരെ വീണ്ടും കർഷക സംഘടനകളെ വീണ്ടും കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഈ സംഘടനാ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. എവിടെ എപ്പോൾ ചർച്ച നടക്കുമെന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമായിട്ടില്ല. പക്ഷേ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഉറപ്പ് കിട്ടണം എന്നതാണ് കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അശോക് ഗെഹ്ലോട്ട് തുടങ്ങിയവർ സോണിയാഗാന്ധിയെ അനുഗമിച്ചു. അഭിഷേക് മനു സിംഗ്വി ഹിമാചൽ പ്രദേശിൽ നിന്നും, ഡോക്ടർ അഖിലേഷ് പ്രസാദ് സിംഗ് ബീഹാറിൽ നിന്നും, ചന്ദ്രകാന്ത് ഹന്തോര മഹാരാഷ്ട്രയിൽ നിന്നും മത്സരിക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, സോണിയാഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. റായ്ബറേലിയിൽ സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഇതോടെ ഉറപ്പിക്കാവുന്ന സാഹചര്യവുമുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? വിജയകുമാർ, അനാരോഗ്യത്തെ തുടർന്നാണ് സോണിയാഗാന്ധി ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ തീരുമാനിച്ചത്. തുടർന്നാണ് രാജ്യസഭയിലേക്ക് സോണിയാഗാന്ധിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ഇവരുടെ പേരുകൾ പരിഗണിച്ചിരുന്നു. ഒടുവിൽ സോണിയാഗാന്ധിയെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും തുടർന്ന് രാജസ്ഥാൻ, ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ സോണിയാഗാന്ധി തങ്ങളുടെ സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ BJP കോൺഗ്രസ് ഒരു ദക്ഷിണേന്ത്യൻ പാർട്ടിയായി പരിണമിച്ചിരിക്കുന്നു എന്ന വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കർണാടകയും ഹിമാചൽ പ്രദേശും ഒഴിവാക്കി രാജസ്ഥാനിൽ നിന്ന് തന്നെ മത്സരിക്കാൻ സോണിയാഗാന്ധി തീരുമാനിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ജയ്പൂരിലെത്തിയ സോണിയാഗാന്ധിയെ അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി അശോക് ഗെഹ്ലോട്ടിനൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരും സോണിയാഗാന്ധിയെ അനുഗമിച്ചു. ഈ തെരഞ്ഞെടുപ്പിലെ മറ്റ് സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ്വിയും, ഒപ്പം തന്നെ ബീഹാറിൽ ഡോക്ടർ അഖിലേഷ് പ്രസാദ് സിംഗും, ചന്ദ്രകാന്ത് ഹന്തോരെ മഹാരാഷ്ട്രയിലും സ്ഥാനാർത്ഥികളായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിജയകുമാർ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. രാജസ്ഥാനിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇത് അഭിമാന നിമിഷമാണെന്ന് അശോക് ഗെഹ്ലോട്ട് പിന്നീട് അറിയിക്കുകയും ചെയ്തു. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഘട്ടത്തിൽ സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.